Hi, hello, my dear children. Climatic regions and climate change എന്നുള്ള നമ്മുടെ സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസ് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ക്ലൈമാറ്റിക് റീജിയൻസ് 8 അതിലെ ആദ്യത്തെ 4, അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഹോട്ട് ഡെസേർട്സ്. ഈ 4 ട്രോപ്പിക്കൽ ഏരിയയിലുള്ളതാണ്. ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി ടു 30 ഡിഗ്രി നോർത്ത്, 0 ഡിഗ്രി ടു 30 ഡിഗ്രി സൗത്ത്. ആ ഭാഗത്ത് കാണുന്ന ക്ലൈമാറ്റിക് റീജിയൻസിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ 4 ട്രോപ്പിക്കൽ. അതിനകത്ത് നമ്മൾ 3 ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ട്രോപ്പിക്കലിൽ ഈ ക്ലാസ്സിൽ നമ്മൾ 1 പഠിക്കുന്നുണ്ട്. അത് ഹോട്ട് ഡെസേർട്സ് ആണ്. രണ്ടാമത് നമ്മൾ 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ആ ലാറ്റിറ്റ്യൂഡുകളുടെ ഇടയ്ക്ക് വരുന്ന സ്ഥലത്തെയാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുക. അപ്പോൾ ഇനി നമുക്ക് ഹോട്ട് ഡെസേർട്സ് കഴിഞ്ഞ് ടെമ്പറേറ്റ് സോണിലെ 2 ക്ലൈമാറ്റിക് റീജിയൻസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ്? ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡും മെഡിറ്ററേനിയൻ ക്ലൈമറ്റുമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ലാസ്റ്റ് 2 ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത് ടൈഗ റീജിയൻ ആൻഡ് തുന്ദ്ര റീജിയൻ. അതെന്ന് പറയുന്നത് ഫ്രിഡ്ജിഡ് സോണാണ്. 70 ഡിഗ്രി ടു 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുകളുടെ ഇടയിൽ വരുന്നതാണ് ഈ ഫ്രിഡ്ജിഡ് സോണിലെ, അതായത് ഏറ്റവും കോൾഡായിട്ടുള്ള ഏരിയയിൽ കാണുന്ന 2 ക്ലൈമാറ്റിക് റീജിയൻസ് ആണ് ടൈഗ ആൻഡ് തുന്ദ്ര. അപ്പോൾ ഇന്ന് നമ്മളിത് ബാക്കിയുള്ള എല്ലാ ക്ലൈമാറ്റിക് റീജിയൻസും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കാണുക, എല്ലാവരും പഠിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. റെഡിയല്ലേ? ഓക്കെ. We are starting our second class, chapter 2, climatic regions and climate change. In the previous class we studied about the introduction part and the first 3 climatic regions: equatorial climatic region, monsoon climatic region and savanna climatic region. Today we are starting with the 4th one, that is hot deserts. All these climatic regions are tropical. Okay, the first 4 are tropical climatic regions. Their location is 0 degree to 30 degree Celsius. What are the characteristics of hot deserts? You know, hot deserts are very high temperature area. They are the hottest region on the earth. Their average annual temperature is 30 degrees Celsius. But the highest recorded temperature in Al-Azazia in the Sahara Desert, it is 58 degree. So it is the hottest area. High diurnal temperature is another feature of this type of hot deserts. Why? Because in daytime it is very hot and in night it is very cold. So the maximum temperature which we recorded in 2 p.m. is very high, and the minimum temperature we recorded in 5 a.m. is too low. So the diurnal range of temperature is very high in desert. So it is very difficult for us to survive or to reside in this hot deserts. Then annual rainfall is only 25 centimeter. It is too low, and in some places it may not rain for several years. No rain area is also there.
Hot deserts are located mostly on the western margins of the continents, and this will explain later why these hot deserts are located on the western margins of the continent. I will explain later. Another characteristics of hot desert is plants adapted to low rainfall such as cactus, shrubs and palms are mostly found there. Oases are formed in places where water sources are found. ഇപ്പം നമുക്കറിയാം ഈ ഹോട്ട് ഡെസേർട്സ് ആണെങ്കിലും വളരെ ലോ റെയിൻഫോൾ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ കാണും. അവിടെയാണ് ഒയാസിസ് ഉണ്ടാകുന്നത്. These areas are sparsely populated. Low population is another feature of hot deserts. Then agriculture and animal husbandry are the main means of livelihood of the people there. Only tribal people were living in this hot deserts. Their main occupations are agriculture and animal husbandry. Then these hot deserts, they are valuable because minerals are present there. Now we can see a desert. This is the picture of a desert. You can see palm trees there, and it may be an oasis. Okay. Then next, an important question. Hot deserts are located mostly on the western margins of continents. Why? Because the trade wind travel across the continent and reach the western margin. What happened? This wind loses its moisture and it become dry. Dry wind never give any rainfall. So rainless area become desert. അതായത് കോണ്ടിനെൻസിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലൊക്കെ നമ്മുടെ ട്രേഡ് വിൻഡ്സ്, അതായത് മൺസൂൺ വിൻഡ്സ് തന്നെയാണ് കേട്ടോ. ഇത് മൺസൂൺ വിൻഡാണ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് മൺസൂൺ വിൻഡായിട്ട് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കോറിയോലിസ് എഫക്റ്റ് കൊണ്ട് റൈറ്റിലേക്ക് ഡിഫ്ലീറ്റായി കോണ്ടിനെൻസിൻ്റെ ഈസ്റ്റ് ഭാഗത്തെത്തുകയും അവിടെ ഹെവി റെയിൻഫോൾ കൊടുക്കുമ്പോൾ വെസ്റ്റിലേക്ക് ഇത് ഗ്രാജ്വലി ഈ വിൻഡ് വെസ്റ്റിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഇറ്റ് ബിക്കം ഡ്രൈ. ഇറ്റ് ലോസ് ഇറ്റ്സ് മോയ്സ്ചർ. Therefore, western margins of continents remains dry throughout the year. Okay. Which are the minerals we got from deserts? Gold, copper, petroleum. All these minerals are there. Then, which are the major hot deserts in this world? Sahara, Africa, Arabian Desert in Middle East, Kalahari Desert in South Africa, then Atacama Desert in South America, and Great Victoria Desert in Australia. These are the major hot deserts in our world. Now we are going to the next climatic region. It is in temperate zone. നമ്മൾ ഇനി ടെമ്പറേറ്റ് സോണിലേക്ക് കയറുകയാണ്. അതായത് 30 ഡിഗ്രി ടു 55 ഓർ 50 ഡിഗ്രി temperate zone. Two climatic regions are in temperate zone. First one, Mediterranean climatic region. This is the fifth one. What are the characteristics of Mediterranean climatic region? These areas around the Mediterranean Sea. ഇവിടെ മെഡിറ്ററേനിയൻ സീ എന്നറിയാവോ? വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഏഷ്യയുടെ സൗത്ത് ഭാഗവും യൂറോപ്പിൻ്റെ സൗത്തും റഷ്യയുടെ ഭാഗങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന സിയെയാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുക. ഈ മെഡിറ്ററേനിയൻ സീയുടെ കോസ്റ്റൽ ഏരിയയിലാണ് കൂടുതലും മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണപ്പെടുക. മെഡിറ്ററേനിയൻ സീ എന്നുള്ള വേർഡിൽ നിന്നാണ് അവിടെ കാണുന്ന ഒരു സ്പെഷ്യൽ ക്ലൈമറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ആ സീയുടെ പേരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നു. എന്നാൽ ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ മറ്റ് സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, വളരെ റെയറായിട്ട്. ഏതൊക്കെയാണ്? സം അതർ റീജിയൻസ് ലൈങ് ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഓൾസോ എക്സ്പീരിയൻ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അപ്പോൾ അടുത്ത ഒരു സ്ലൈഡിൽ നമുക്ക് ഏതൊക്കെയാണ് ആ സ്ഥലങ്ങളെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ദിസ് റീജിയൻ എക്സ്പീരിയൻസ് ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിൻ്റർ. ഈ സ്ഥലത്തിൻ്റെ വെതർ എങ്ങനെയാണ്? അവിടെ സമ്മർ ഡ്രൈ ആയിരിക്കും, വിൻ്റർ ഹ്യൂമിഡ് ആയിരിക്കും. ഇൻ സമ്മർ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് അറൗണ്ട് 20 to 25 ഡിഗ്രി. ഒരു മീഡിയം ടെമ്പറേച്ചറാണ് അല്ലേ സമ്മർ ടൈമിൽ. ദെൻ ഡ്യൂറിങ് വിൻ്റർ ടെമ്പറേച്ചർ
is 10 to 16 degree. This is too low temperature in winter season. Winter rainfall 30 to 75 centimeter is the speciality of this region. This Mediterranean region, it got rainfall in winter season. നമുക്കറിയാം വിൻ്റർ സീസണിൽ റെയിൻഫോൾ അത്ര കോമൺ അല്ല. എന്നാൽ ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് വിൻ്ററിൽ അവർക്ക് കുറച്ച് മഴ ലഭിക്കുന്നു, റെയിൻഫോൾ ലഭിക്കുന്നു. എത്രയാണ് കിട്ടുക? 30 to 75 സെൻറ്റിമീറ്റർ. അടുത്തതായിട്ട് അവരുടെ ഒരു പ്രത്യേകത, ഡെൻസ് ഫോറസ്റ്റ് ആർ നോട്ട് ഹിയർ. ഡെൻസ് ഫോറസ്റ്റ് നമുക്കറിയാം കാണപ്പെടുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിലാണ് അല്ലേ. നല്ല മഴയൊക്കെ എല്ലാ ദിവസവും കിട്ടുന്ന ട്രോപ്പിക്കൽ ഏരിയയിലാണ് ഡെൻസ് ഫോറസ്റ്റ്. ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ ഡെൻസ് ഫോറസ്റ്റ് ആർ നോട്ട് ഹിയർ. ടോൾ എവർഗ്രീൻ ട്രീസ് സച്ച് ആസ് പൈൻ, ഓക്ക്, ഫർ, shrubs found here. Mediterranean countries are the world's leading producers of wine. ആഹാ, നമ്മുടെ വൈനിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഈ മെഡിറ്ററേനിയൻ ഏരിയയിലുള്ള കൺട്രീസാണ്. മെഡിറ്ററേനിയൻ ക്ലൈമറ്റാണ് അതിന് ഏറ്റവും അനുയോജ്യം. ഓക്കെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീരിയൽസ്, പൾസസ് ഓൾ കൾട്ടിവേറ്റഡ് ഹിയർ. എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീരിയൽസും പൾസസും എല്ലാം ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് വരാം. ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് മെഡിറ്ററേനിയൻ സീയുടെ അറൗണ്ടിലാണ് കാണുന്നത് നമ്മൾ പറഞ്ഞാൽ, അതിൻ്റെ സൈഡിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ അല്ലാതെയും കാണുന്നുണ്ടല്ലേ. അതെവിടെയൊക്കെയാണ്? കാലിഫോർണിയ, which are the other places apart from the coast of Mediterranean Sea experience Mediterranean climate. കാലിഫോർണിയ, സെൻട്രൽ ചിലി, പാർട്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക, സൗത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റാണ് കാണപ്പെടുക. അടുത്തതായിട്ട് നമ്മൾ അടുത്ത 6th വണ്ണിലേക്ക് കയറുകയാണ്. 6th ക്ലൈമാറ്റിക് റീജിയൻ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ടെമ്പറേച്ചർ എന്നുള്ള വാക്ക് തന്നെ എന്താണ് സൂചിപ്പിക്കുക? മോഡറേറ്റ് ക്ലൈമറ്റ് എന്നാണ് സൂചിപ്പിക്കുക. ടു ഹോട്ടും അല്ല ടു കോൾഡും അല്ല, അങ്ങനെയുള്ള ഗ്രാസ് ലാൻഡിനെയാണ്. അതിൻ്റെ പേര് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചേക്കാം. പിയറീസ് നോർത്ത് അമേരിക്ക, പാമ്പാസ് സൗത്ത് അമേരിക്ക, സ്റ്റെപ്പീസ് യുറേഷ്യ, വെൽസ് ആഫ്രിക്ക, ഡൗൺസ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്രാസ് ലാൻഡ് ഉണ്ട്. അവിടുത്തെ നേറ്റീവ്സ് വിളിക്കുന്ന പേരാണ്. എല്ലാം ഗ്രാസ് ലാൻഡ് ആണെങ്കിലും ഓരോ സ്ഥലത്തും നേറ്റീവ്സ് ഇട്ടേക്കുന്ന പേരുകൾ വ്യത്യസ്തമാണ്. അതാണ് ഈ പേര് കാണുന്നത്. പേരി, പാമ്പസ്, സ്റ്റെപ്പീസ്, വെൽസ്, ഡൗൺസ്. ഇത് ഓരോ ഏത് കോണ്ടിനെൻ്റാണെന്നുള്ളത് പഠിച്ചോണേ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരുന്നത് യുറേഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ റഷ്യയുടെയും ഒക്കെ ഭാഗമായിട്ട് വരുന്ന യൂറോപ്പിൻ്റെയൊക്കെ ഒന്നിച്ചു വരുന്ന ഒരു ഭാഗം, അവിടെയാണ് സ്റ്റെപ്പീസ്. What are the characteristics of grassland? Grasslands are located in both hemisphere. രണ്ട് ഹെമിസ്ഫിയറിലും ഉണ്ട്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ബിറ്റ്വീൻ 40 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. കണ്ടോ, ടെമ്പറേറ്റ് ആയിട്ടുള്ള സോണാണ്. ഹോട്ട് സമ്മേഴ്സ്, നോട്ട് ഹോട്ട്, ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിൻ്റേഴ്സ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. The region experience high temperature in summers as they are located at the ഇൻറ്റീരിയർ ഓഫ് ദ കോണ്ടിനെൻറ്റ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടെമ്പറേറ്റ് സോൺ ആണെങ്കിലും അവിടെ നല്ല ടെമ്പറേച്ചർ സമ്മറിൽ വരാറുണ്ട് അല്ലേ. അതിൻ്റെ കാരണം എന്താണെന്നോ? ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ഇൻറ്റീരിയർ ഓഫ് ദി കോണ്ടിനെൻറ്റിൻ്റെ കോസ്റ്റൽ ഏരിയയിലല്ല, ഇത് ഒത്തിരി ഇൻറ്റീരിയറിലാണ്, അകത്തോട്ട് കയറിയാണ്. അപ്പം പ്രസൻസ് ഓഫ് സീ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഹൈ ടെമ്പറേച്ചർ സമ്മറിൽ അനുഭവപ്പെടും. ആവറേജ് വിൻ്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം 2 ഡിഗ്രി ടു 13 ഡിഗ്രി. വിൻ്റർ ആകുമ്പോൾ അവരുടെ ടെമ്പറേച്ചർ ലോ ആകുന്നു. 2 ഡിഗ്രി ടു 13 ഡിഗ്രി, വെരി ലോ ടെമ്പറേച്ചർ. ട്രീസ് ആർ വെരി ഫ്യൂ. മോസ്റ്റ് ഓഫ് ദി ഇൻഹെബിറ്റൻസ് ആർ ഷെപ്പേർഡ്സ്. ഗ്രാസ് ലാൻഡ് അല്ലേ, അവിടെ ഷീപ്സ് ഒക്കെയാണ് വളരുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഇൻഹെബിറ്റൻസ് ഷെപ്പേർഡ്സ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആർ ദ മെയിൻ ഓക്യുപ്പേഷൻസ്. ഇനി നമ്മൾ കോൾഡ് റീജിയൻസിലേക്ക് കയറുകയാണ്. അതായത് ഒരു 55നും 70ക്കും ഇടയിൽ ടൈഗയും 70ക്കും 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയിലെ തുന്ദ്രയും. അങ്ങനെ ടൈഗ ആൻഡ് തുന്ദ്ര, ഈ രണ്ട് കോൾഡ് റീജിയൻസിനെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈഗ എടുക്കാം. ടൈഗ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് 55 ഡിഗ്രി ടു 70 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തിലില്ല.
കാരണം എന്താണെന്നോ, സൗത്തിലെ ആ സ്ഥലത്ത് ലാൻഡ് മാസ് കുറവാണ് അല്ലേ. അവിടെ അന്റാർട്ടിക്കയൊക്കെയാണ്, അവിടെ ലാൻഡ് മാസ് കുറവായതുകൊണ്ട് നമ്മൾ നോർത്തിലാണ് നോക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ 55 ഡിഗ്രി ടു 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുകൾക്ക് ഇടയിലാണ് ടൈഗ റീജിയൻ. What are the other characteristics of taiga? Short summer and long winter. Short summer, long winter. Summer temperature is from 15 degree to 20 degree. വളരെ മീഡിയം ടെമ്പറേച്ചർ ആണ് സമ്മറിൽ പോലും. വിൻ്റർ ടെമ്പറേച്ചർ ഡ്രോപ്സ് അപ് ടു -13 ഡിഗ്രി ടു -25 ഡിഗ്രി. ടു കോൾഡ് അല്ലേ. മൈനസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ വളരെ ലോ ആകുന്നു വിൻ്ററിൽ. ആനുവൽ റെയിൻഫോൾ 50 സെൻറ്റിമീറ്റർ ടു 70 സെൻറ്റിമീറ്റർ. അതൊരു കുറഞ്ഞ റെയിൻഫോളാണ് അവിടെ കിട്ടുക. റെയിൻഫോൾ വളരെ കുറവാണ്. ഒരു 100 സെൻറ്റിമീറ്റർ എങ്കിലും ഇല്ലെങ്കിൽ റെയിൻഫോൾ കുറവാണെന്ന് നമുക്ക് പറയാം. ഇനി അവിടെ പെർസിപ്പിറ്റേഷൻ എങ്ങനെയാണ്? സ്നോഫോൾ ഈസ് കോമൺ ഹിയർ. ടൈഗർ റീജിയൻ ഈസ് ആബ്സെൻറ്റ് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ. വൈ? ഐ ടോൾഡ് യു ഏർലിയർ. ആബ്സെൻസ് ഓഫ് ലാൻഡ് മാസ് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ. നെക്സ്റ്റ്, എവർഗ്രീൻ കോണിഫറസ് ട്രീസ് ആർ ഹിയർ. അതായത് ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള ടോപ്പുള്ള ട്രീകളെയാണ് കോണിഫറസ് ട്രീസ് എന്ന് പറയുക. അത്രയും എവർഗ്രീൻ ട്രീകളാണ് ടൈഗയിലുള്ളത്. പൈൻ, പേർ ആർ സം എക്സാമ്പിൾസ്. കൾട്ടിവേഷൻ ഈസ് വെരി ലോ ടെമ്പറേച്ചറിൽ, പ്രത്യേകിച്ച് വിൻ്ററിൽ -25 ഡിഗ്രി വരെ പോകുന്നത് കൊണ്ട് കൾട്ടിവേഷൻ ഈസ് വെരി ലോ. പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അവിടെ ഇമ്പോസിബിളാണ്. സോ കൾട്ടിവേഷൻ ഈസ് വെരി ലോ. ലംബറിങ് ആൻഡ് വൂൾ ഇൻഡസ്ട്രി ആർ ദ മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അവർ രണ്ട് പണികളാണ് ചെയ്യുക. വൂൾ ഇൻഡസ്ട്രിയൊക്കെ അവിടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം അവർക്ക് അതാണല്ലോ വേണ്ടിയ, വൂൾ കൊണ്ടുള്ള ഡ്രസ്സാണല്ലോ അവർ ഉപയോഗിക്കുന്നത്. സോ വൂൾ ഇൻഡസ്ട്രിയൊക്കെയാണ് അവിടുത്തെ. കൾട്ടിവേഷൻ അങ്ങനത്തെ ഒന്നും ഈ പറയുന്ന ടൈഗ റീജിയനിൽ ഇല്ല. നെക്സ്റ്റ്, തുന്ദ്ര റീജിയൻ. നമുക്കറിയാം ഇതാണ് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്രദേശം. ഇതിനേക്കാൾ കോൾഡായിട്ടുള്ള പ്രദേശങ്ങളില്ല. അത്രയും കോൾഡായിട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ തുന്ദ്ര റീജിയൻ എന്ന് പറയുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തുന്ദ്ര റീജിയൻ? ദ എക്സ്ട്രീം കോൾഡ് സോൺ. ഇറ്റ് ഈസ് ദ എക്സ്ട്രീം കോൾഡ് സോൺ എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ഓഫ് ആർട്ടിക് സർക്കിൾ. എവിടെയൊക്കെയാണ് ഇത് കാണുക? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഏറ്റവും 90 ഡിഗ്രി, ഏറ്റവും അങ്ങേ നോർത്ത്. ആർട്ടിക് സർക്കിൾ, അലാസ്ക, കാനഡ ആൻഡ് ഗ്രീൻലാൻഡ്, ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ്, ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കാനഡയുടെയും എല്ലാം ഏറ്റവും നോർത്തേൺ എൻഡാണ് ഈ പറയുന്ന തുന്ദ്ര റീജിയൻ. ഹിയർ വിൻ്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം -25 ഡിഗ്രി ടു -40. നോക്കിക്കേ, തുന്ദ്രയിലേക്ക് വരുമ്പോൾ ടൈഗയേക്കാൾ ടെമ്പറേച്ചർ ലോ ആകുന്നു. വിൻ്ററിൽ അവർക്ക് -40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകാറുണ്ട്. സമ്മർ ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. 10 വരും അല്ലേ. സമ്മറിൽ തുന്ദ്രയാണെങ്കിലും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ടെമ്പറേച്ചർ. പെർസിപ്പിറ്റേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ. ഓൺലി ഫ്യൂ പ്ലാന്റ്സ് ക്യാൻ സർവൈവ് ഹിയർ. പ്ലാന്റ്സ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ. അവരെ പ്ലാന്റ്സ് ഒക്കെ സമ്മറിലേ വളരുകയുള്ളൂ. വിൻ്ററിൽ അവരെ ലോ ആണ് അവരുടെ ടെമ്പറേച്ചർ. പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. ഓൺലി സമ്മർ. ഓൺലി ഫ്യൂ പ്ലാന്റ്സ് ക്യാൻ സർവൈവ് ഹിയർ. എന്തൊക്കെയാണ് ആ പ്ലാന്റ്സ്? ഷോർട്ട് ഷാർപ്സ്, മോസസ്, ചില പായൽ. മോസസ് എന്ന് പറഞ്ഞാൽ പായലുകളൊക്കെയാണ് അവിടെ കാണപ്പെടുക. ഇനി അവിടുത്തെ നേറ്റീവ്സ് ആരൊക്കെയാണ്? എസ്കിമോ ആൻഡ് ലപ്പാസ്. അത് രണ്ടും ഈ മഞ്ഞത്ത് താമസിക്കുന്ന, മഞ്ഞത്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വിഭാഗങ്ങളാണ് എസ്കിമോ ആൻഡ് ലപ്പാസ്. ദേ വെയർ ദ നേറ്റീവ്സ് ഓഫ് ദിസ് തുന്ദ്ര റീജിയൻ. അപ്പോൾ തുന്ദ്ര എന്ന് പറയുന്ന ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ആണ്. അതിനേക്കാൾ കുറച്ചുകൂടി ഭേദമാണ് ഏത്? നമ്മുടെ ടൈഗ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യത്തെ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും കാണുകയും ഇത് രണ്ടും എടുത്ത് പഠിക്കുകയും ചെയ്യുക. ഇനിയുള്ള റെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിച്ച് എത്തുക. നിങ്ങൾ ഇത് ടീച്ചറിൻ്റെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സി യു. താങ്ക് യു. God bless you.